guys, welcome back to my YouTube channel. It's me Sneha. വീഡിയോ വന്നിട്ട് റിയാക്ടിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. ഒരു ചെക്കൻ എന്നോട് മോശമായിട്ട് പെരുമാറിയത്. അതിനെ റിലേറ്റഡ് ചെയ്തിട്ട് ഒരു വീഡിയോയും കൂടെ എനിക്ക് ഇടണം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു എന്നെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് എൻ്റെ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യണം തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. എന്താ കാര്യം എന്നുള്ളത് ഞാൻ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ വീഡിയോ ഇവിടെ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് ഇതിന് ഞാനൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരിയിലാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെബ്രുവരിയിലോ മാർച്ചിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞ് കുറച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ഇടാമായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കോണ്ടന്റ് ആക്കി ഇതിട്ടതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് മുമ്പേ ചെയ്യാമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ മോണിറ്റൈസേഷൻ ചെയ്യുന്നത്. ഈ വീഡിയോ അന്നേ ഇട്ടിരുന്നെങ്കിൽ എൻ്റെ ചാനൽ എന്നോ മോണിറ്റൈസേഷനായി ഞാൻ ഈ സാധനം വാങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് എല്ലാവരോടും അല്ല ഞാൻ പറയുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കമൻറ്റ്സ്, ഇതിലിപ്പോൾ 100 കാണുന്നതിൽ 80 കമൻറ്റ്സും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി ഉള്ളൂ. അത് എനിക്ക് ജസ്റ്റ് പറയണം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യണം തോന്നി. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ളൊരു കാര്യം എനിക്ക് ബോധ്യമായി. ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആലോചിച്ചു. കാരണം ഇങ്ങനൊരു വീഡിയോ ഇട്ടാൽ അത് ഏത് രീതിയിലായിരിക്കും പോവുക, എല്ലാവരും എന്നെ പറയുമോ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ഫേസ് ചെയ്തേ പറ്റൂ. കാരണം സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. പക്ഷെ നമ്മളെല്ലാം ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റിയാക്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടിയുള്ളൂ. ഇപ്പം ഇന്നലെ അവനെ ഫോട്ടോ കാണിച്ചിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ഇതുപോലത്തെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ മസ്റ്റായിട്ട് അവരുടെ ഫോട്ടോ സഹിതം ഞാനിടും. ഓക്കെ. അല്ലാതെ ഇങ്ങനെ ഫോട്ടോ മറച്ച് വെച്ചിട്ട് കാര്യം പറയാൻ നിൽക്കില്ല. അതൊരു കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്, അതൊരു ചെക്കനല്ലേ, അതൊരു ചെറിയ പയ്യനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോട്ടോ ഇടാതിരുന്നത്. കാരണം 18 വയസ്സിന് താഴെയുള്ള ഒരു ചെക്കനാണ്. അത് എനിക്ക് അവൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളും ഇപ്പോഴും അവൻ സ്റ്റോറി ഇടുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട്. കാരണം അവനാണോ എന്ന് എനിക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റിൽ അവന് തന്നെയാണ്. അത് എനിക്ക് 100% ഉറപ്പാണ്. കുറച്ച് കമൻറ്റ്സ് ഞാൻ കണ്ടു, ചേച്ചി അത് അവനായിരിക്കില്ല, ഏതെങ്കിലും ആൾക്കാർ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ഗൈസ്, നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഹൈലൈറ്റിൽ നമ്മുടെ ഫാമിലി, ഇനിയിപ്പോൾ ആരുടെ ആയിക്കോട്ടെ, ഫാമിലി പിക്ക് കൊടുക്കുന്നത് വളരെ കുറവാണ്. വേറെ എന്തെങ്കിലും പൂവ് പാറ്റ എന്തെങ്കിലും പിക്ക് കൊടുക്കുകയല്ലാതെ, ഹൈലൈറ്റിൽ കൊടുക്കുകയല്ലാതെ, നമ്മൾ ഹൈലൈറ്റിൽ നമ്മുടെ ഫാമിലി പിക്ക്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ്, അതുപോലെ എന്തെങ്കിലും നടക്കുന്ന ഈവെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, അതൊന്നും നമ്മൾ ഹൈലൈറ്റിൽ കൊടുക്കാൻ ഒരിക്കലും ചാൻസ് അല്ല. വല്ല ഗെയിമോ വല്ല സോങ്ങോ കാര്യങ്ങളോ ആഡ് ചെയ്യാന്നല്ല ഹൈലൈറ്റിൽ കൊടുക്കുക എന്നല്ലാതെ ഇത്തരത്തിൽ ഫാമിലി പിക്കും കാര്യങ്ങളും കൊടുക്കാൻ ചാൻസ് ഇല്ല. കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇത് ആരുടെങ്കിലും ഫേക്ക് അക്കൗണ്ട് ആയിരിക്കുന്നു. ബട്ട് എനിക്കത് തോന്നുന്നില്ല. എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് എനിക്ക് മെസ്സേജ് അയച്ച ആ ചെക്കൻ്റെ തന്നെ അക്കൗണ്ടാണ്. പിന്നെ മെസ്സേജ് അയച്ചത് അവനാണോ അല്ലയോ എന്നുള്ളൊരു ക്ലാരിറ്റി ഇഷ്യൂ മാത്രമേ ഈ ഒരു കാര്യത്തിലുള്ളൂ. ഓക്കെ. നെക്സ്റ്റ്, എന്നോട് കുറച്ച് പേര് പറഞ്ഞതാണ്, കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോയിലും കൂടെ പറഞ്ഞതാണ്, ഇത് എന്തായാലും അവൻ്റെ പേരൻസിനെ അറിയിക്കണത്. ആ ചെക്കൻ എൻ്റെ നാട്ടുകാരനല്ല. അവളുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് പറയാനുള്ളൊരു വഴിയില്ല. എനിക്ക് അവനെ ഒരു രീതിയിലും അറിയില്ല. ജസ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളൂ. ഞാനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൈലൈറ്റിൽ കിടപ്പുള്ള കുറച്ച് 2-3 പേർക്കൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തു. അതുപോലെ അവൻ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു അക്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ മെസ്സേജ് ഇട്ടു. അതുപോലെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എനിക്ക് തോന്നിയതാണ്. ആ ഒരു ടൈപ്പിലാണ് സ്റ്റോറി ഇട്ടത്. ആ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ മെസ്സേജ് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് അതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അത് വിട്ടു.
എനിക്ക് വയ്യ ഇനി അതിൻ്റെ പിറകെ പോവാൻ. അപ്പോൾ പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒന്നും അറിയാതെ സംസാരിക്കുന്ന കുറച്ച് പേർക്ക് ഉള്ളതാണ്. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒന്നും ഒരു ABCD കാര്യങ്ങളും അറിയാതെ സംസാരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇപ്പം സ്റ്റിൽ ഞാൻ ഇപ്പോഴും വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയപ്പോഴും കുറച്ച് പേര് കുറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുന്നത് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇടണം. കാരണം എനിക്ക് എൻ്റെ ഭാഗം ക്ലിയർ ചെയ്തേ പറ്റൂ. കുറച്ച് പേര് പറയുന്നുണ്ട് എനിക്ക് ആ വീഡിയോയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ സമ്മതിച്ചു. ബട്ട് ഞാനതൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്തതല്ല. അതിന് മുമ്പൊക്കെ ഞാൻ ഇടസിന് 1000, 2000, 3000 സംതിങ് വ്യൂവേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഏത് വീഡിയോ എടുത്ത സമയത്തും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വ്യൂവേഴ്സ് ഉണ്ട്. ഈ 3000-ന് ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു വ്യൂവേഴ്സിനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് അതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ വ്യൂവേഴ്സിനെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഞാനൊരു കോണ്ടന്റ് മാത്രം ആക്കിയിട്ട് എടുത്തിട്ടില്ല. ഇത് കുറച്ച് കാണുന്ന പേരൻസെങ്കിലും സ്വന്തം മക്കളെ ശ്രദ്ധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എടുത്ത വീഡിയോ മാത്രമാണ്. ഓക്കെ, അതൊരിക്കലും ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് ഇത്ര നല്ല വ്യൂവേഴ്സ് ഇപ്പോൾ 70K സംതിങ് വ്യൂവേഴ്സായി. ഇപ്പോഴും എനിക്ക് അത്രയ്ക്ക് വ്യൂവേഴ്സ് ആയോ അതിലും അത്രയ്ക്ക് വ്യൂവേഴ്സ് ആയോ എന്ന് തന്നെ ഞാനത് വിചാരിച്ചിരിക്കുന്നു. ഒരിക്കലും ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമല്ല. പിന്നെ കുറേ പേര് പറഞ്ഞു ആ വീഡിയോ ഇട്ടപ്പോഴേക്കും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോഴേക്കും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയതല്ല. ഞാൻ അതിന് മുമ്പും അതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊരു കോണ്ടന്റ് ആക്കി എടുത്തതാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ വീണ്ടും മെസ്സേജ് വന്നു, അല്ലെങ്കിൽ എനിക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ചെയ്യായിരുന്നു. വീണ്ടും ആ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യായിരുന്നു. ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസർ ഈ വീഡിയോ ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ് വന്നു, കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ചെയ്യായിരുന്നു. ഞാനതൊരു കോണ്ടന്റ് മാത്രം ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് വന്നൊരു എനിക്ക് വന്നതുപോലെ ഇനി ആർക്കും വരരുത്. കുറച്ചെങ്കിലും ആൾക്കാർ കുട്ടികളൊന്നും ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ബിക്കോസ് എനിക്ക് അത് ചെയ്യണം തോന്നി. ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിലും ചേച്ചിമാരുടെ അടുത്താണെങ്കിലും ചോദിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. ഒരിക്കലും ഒരു കോണ്ടന്റ് ആയിട്ട് ചെയ്തില്ല. ഇത് ചെയ്താൽ എനിക്ക് ഇത്ര വ്യൂവേഴ്സ് കിട്ടും, ഇത് ചെയ്താൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ എൻ്റെ വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പല രീതിയിലും പല കോണ്ടന്റും ചെയ്യുന്ന ഒരാളാണ്. കുക്കിംഗ് വ്ളോഗ് ആയിക്കോട്ടെ, ഡെയിലി വ്ളോഗ് ആയിക്കോട്ടെ, നമ്മുടെ സീക്രട്ട് റീഡിങ് വീഡിയോ ആയിക്കോട്ടെ, അതെല്ലാം എൻ്റെ ഒരു കോണ്ടന്റാണ്. അതുപോലെയുള്ള കോണ്ടന്റുകൾ ചെയ്തിട്ടാണ് എൻ്റെ ചാനൽ ഞാൻ മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്. അല്ലാതെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് മാത്രമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാതെ നിൽക്കാമായിരുന്നു. അയ്യോ ഇതുകൊണ്ട് മാത്രം എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുമെന്ന് പറഞ്ഞ് എനിക്ക് നിൽക്കാമായിരുന്നു. ബട്ട് ഞാൻ അതിനൊരു കോണ്ടന്റ് ആക്കി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശേഷം ഒരുപാട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. സോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ അവിടെ കിടന്ന് കലവില എന്ന് പറഞ്ഞോളും. എനിക്കതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല. ജസ്റ്റ് ഒന്ന് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരൊന്ന് അറിഞ്ഞോട്ടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയാം. നെഗറ്റീവ് കമൻറ്റിന് മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് യൂട്യൂബിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് കുറവ്. ബട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ ഇടുന്ന ചില കോണ്ടന്റ് വീഡിയോസിനൊക്കെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാറ് പോലും ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടുകാർ അവരൊക്കെ പറഞ്ഞില്ല, അമ്മ ഇങ്ങനെയൊക്കെ കമൻറ്റ് വന്നിട്ട് എങ്ങനെ ഇത് ഉൾക്കൊള്ളുന്നത്. എൻ്റെ ഓഫീസിലത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയും, എടി എന്തൊക്കെയാടി എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയാടി അവർ പറയുന്നത്. അപ്പം ഞാൻ പറയും സോഷ്യൽ മീഡിയ ആണ്. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഏത് വീഡിയോ ഇടുമ്പോഴും അതിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നല്ലതും ചീത്തതുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അവർ നല്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കല്ല. അത് നെഗറ്റീവ് ഹോളികൾ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യേണ്ട എന്നാണ് ഞാൻ അവരോട് പറയാറ്. ഓക്കെ, എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിന് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും, സ്നേഹ അങ്ങനെ സ്നേഹ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരോട് ഞാൻ പറയും, എടി ഞാൻ ഒരു തരത്തിലുള്ള റിക്വസ്റ്റും ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല. വല്ല പ്രൊമോഷനോ വേറെ വല്ല അർജൻറ്റ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. നിങ്ങൾ എന്തിനാ വെറുതെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? അത് എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? ഞാൻ തന്നെ അത് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ എന്തിനാ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ അവരോട് ചോദിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെയും തന്നെ പറയാനുള്ളത് അതാണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഞാനത് വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പിന്നെ എനിക്ക് തിരുത്തണം എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും കാര്യം വരികയാണെന്നെങ്കിൽ മാത്രമേ ഞാനത് നോക്കാറുള്ളൂ. അതുകൊണ്ട്
നിങ്ങളുടെ കമൻസ് ഒന്നും എനിക്ക് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞോട്ടെ. അതായത് അവരും മേ ബി വിചാരിക്കുന്നുണ്ടായിരിക്കില്ല ഞാൻ കോണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഓക്കെ, അതങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു കോണ്ടന്റ് ആണ് കേട്ടോ, ഇത് ഞാനൊരു കോണ്ടന്റ് ആക്കി ഇടുന്ന ഒരു വീഡിയോ ആണ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ, ബൈ.